കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ വലിയ സസ്പെൻസ് മുഖ്യമന്ത്രി കസേരയിൽ ആരിയ്ക്കും എന്നതാണ്. ജനവികാരത്തിൻ്റെ പേരിൽ തെരുവുകൾ നിറച്ച പ്രതിഷേധങ്ങൾ ഒറ്റ രാത്രിയിൽ സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ നിശബ്ദമായപ്പോൾ അത് യഥാർത്ഥ ജനരോഷമായിരുന്നോ അതോ കൃത്യമായി ആസൂത്രണം ചെയ്ത PR കളികളാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഹൈക്കമാൻഡ് കണ്ണുരുട്ടിയതോടെ നേതാക്കൾ ക്യാമറകൾക്ക് മുന്നിൽ പിന്മാറിയിട്ടുണ്ട്. റോഡുകൾ പെട്ടെന്ന് ശാന്തമായി. KC-VD RC 3 പേരുടെയും അധികാര പോരാട്ടം ഇപ്പോൾ ഡൽഹിയുടെ മേശപ്പുറത്താണ്. ടീമുകളെ ഇറക്കിയും ലീഗിനെ ഇളക്കിയും VD സതീശൻ കളിച്ച രാഷ്ട്രീയ നീക്കം ഹൈക്കമാൻഡിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയോ അതോ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ടോ കാര്യങ്ങൾ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത KC വേണുഗോപാലിന് അനുകൂലമായി എങ്ങനെയാണ് ഭൂരിപക്ഷം MLA-മാർ കൈപൊക്കിയത്? സീനിയോറിറ്റിയാണ് ഇപ്പോഴും തുണയെന്ന് കരുതി ചെന്നിത്തല അവസാനം വരെ കാത്തിരിക്കുകയാണോ? ഉമ്മൻചാണ്ടിക്കെതിരായ തീവെട്ടിക്കൊള്ള മുതൽ മുസ്ലിം ലീഗിൻ്റെ ഗുഡ് ബുക്ക് എൻട്രി വരെ VD-യുടെ രാഷ്ട്രീയ യാത്രയിലെ വിവാദങ്ങൾ തിരിച്ചടിയാകുമോ? അതേസമയം ഭരണപരിചയമില്ലാത്ത നേതാവിനെ കേവലം തെരുവ് യുദ്ധം കണ്ട് ഹൈക്കമാൻഡ് ഏറ്റെടുക്കുമോ എന്ന ആശങ്കയും കോൺഗ്രസ് ക്യാമ്പിനകത്ത് ശക്തമാണ്. സതീശൻ്റെ ആ വെല്ലുവിളിക്ക് മുന്നിൽ കീഴടങ്ങിയാൽ കർണാടകയും ഹിമാചലുമൊക്കെ തുറച്ചു നോക്കുന്നുണ്ട് കോൺഗ്രസിനെ. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ 3 പേരും അവസാനം വരെ പോരടിക്കുമ്പോൾ പന്ത് പൂർണ്ണമായും ഹൈക്കമാൻഡിൻ്റെ കയ്യിൽ. അവസാന നറുക്ക് KC-ക്ക് അനുകൂലമാകുമോ? അല്ലെങ്കിൽ അവസാന നിമിഷ ട്വിസ്റ്റ് കേരള രാഷ്ട്രീയത്തെ വീണ്ടും ഞെട്ടിക്കുമോ? 6ാം നാളും ആരുമാകാതെ കോൺഗ്രസ് ക്യാമ്പിൽ അനിശ്ചിതത്വം പുകയുമ്പോൾ ജനം ഇപ്പോൾ തലയിൽ കൈവച്ച് തുടങ്ങിയിട്ടുണ്ട്.